ഒരൊറ്റ സെക്കൻഡ് 100 രൂപ ക്രെഡിറ്റ് ആയിരിക്കുകയാണ്. അത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ്. പേടിക്കേണ്ട, Paytm ഉണ്ട്. Paytmലേക്ക് എനിക്ക് 20 രൂപ അന്നേരം തന്നെ ക്രെഡിറ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഡേറ്റും ടൈമും ഒക്കെ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു കിടുക്കാച്ചി വേറെ ലെവൽ, എന്ത് പറയണമെന്ന് അറിയത്തില്ല, അതുപോലെ ഒരു സൂപ്പർ വെടിക്കെട്ട് ആപ്ലിക്കേഷനാണ്. ഇതിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പൈസ സമ്പാദിക്കാൻ പറ്റും. ഒരുപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. അത്രയ്ക്ക് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫോർ Paytm യൂസേഴ്സ്. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ, അതാണ് നമ്മുടെ മെയിൻ ഐറ്റം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും യൂസ്ഫുൾ എന്ന് പറയുന്നത്. ഞാനൊരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും 5 രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ നിങ്ങൾക്ക് ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ വന്നാൽ മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആപ്ലിക്കേഷൻ പേര് സ്നാപ്വിൻ എന്നാണ്. ഇതിനെപ്പറ്റി ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിൽ ഇത് വേറെ ലെവൽ സംഭവമാക്കി മാറ്റിയേക്കുവാണ് ഈ ആപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് രണ്ടാമത് വീണ്ടും ഞാനൊരു വീഡിയോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച്. അപ്പം നമുക്ക് സ്നാപ്വിൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത്, ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് സ്നാപ്വിൻ ആയിരിക്കും ഇൻസ്റ്റാൾ ആവുന്നത്. എന്നിട്ട് നിങ്ങൾ സ്നാപ്വിൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് സ്നാപ്വിൻ പ്രോ പുതിയൊരു ആപ്ലിക്കേഷനാണ് അവരുടെ രണ്ടാമത്തേന്ന് വേണമെങ്കിൽ പറയാം. ആ സ്നാപ്വിൻ പ്രോയ്ക്കകത്താണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത്. അതിനകത്തോട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡിന് ഇടുക, നിങ്ങൾ എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു ബാനർ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ ലൈവ് ഇട്ടർ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് സൈനപ്പ് ബോണസ് ആയിട്ട് തന്നെ 100 കോയിൻസ് കിട്ടുന്നുണ്ട്. ഈ 100 കോയിൻസ് കൂടാതെ ഹിഡൻ ആയിട്ട് കുറച്ച് കോയിൻസ് അവിടെ ഇവിടെയും കിടക്കുന്നുണ്ട്. അത് കളക്ട് ചെയ്യാനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആ കോയിൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏൺ മോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ പേര് ആഡ് ചെയ്ത് കൊടുക്കാൻ, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആഡ് ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ജെൻഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ 1-2 കാര്യങ്ങൾ ഇവിടെ ചോദിക്കും. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തന്നെ ഇട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ബോണസ് 100 രൂപയാണ്. 100 കോയിൻസ്, 100 രൂപയല്ല, 100 കോയിൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. കോയിൻസ് നമുക്ക് ഗെയിം കളിക്കാൻ യൂസ് ചെയ്യാം, പസിൽ കളിക്കാനും യൂസ് ചെയ്യാം. പക്ഷേ പസിലിനെ കുറിച്ച് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വലുതായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. സിമ്പിളാണ് പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ. നമ്മൾ ഇന്ന് ഫോട്ടോയെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയും കോയിൻസ് നമുക്ക് ആദ്യം തന്നെ ക്രെഡിറ്റ് ആവുന്നത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി പരിപാടികൾ എന്താണെന്ന് നോക്കാം. അന്നേരം തന്നെ 120 കോയിൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇനി ബാക്കി എങ്ങനെയാണ് പരിപാടികളെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കുറേ സെക്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. യോ കാണിക്കുന്ന ഫോട്ടോ എടുക്കുക, അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുക, അങ്ങനെ നിൽക്കുന്ന ഫോട്ടോ എടുക്കുക, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കുക, അങ്ങനെ കുറേ രീതിയിൽ ഇവിടെ ഫോട്ടോസ് വരും. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഓരോ ടൂർണമെൻറ്റുകൾ പോലെയാണ്. ഇത് അങ്ങനെ നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യും, ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ എടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ ജസ്റ്റ് ടൂർണമെൻറ്റുകളാണ് ഇവിടെ നടക്കുന്നത്. ഈ ടൂർണമെൻറ്റിനകത്ത് നമ്മൾ അവർ പറയുന്ന റൂൾസുകളെല്ലാം അനുസരിച്ച് ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ജയിക്കുവാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് വരികയാണെങ്കിൽ നമുക്ക് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു എമൗണ്ട് നമുക്ക് അന്നേരം തന്നെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്രെഡിറ്റ് ആവത്തില്ല ഈ എമൗണ്ട്. അതായത് ഒരു മാച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് 3 മണിക്കൂറായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ 4 മണിക്കൂർ ടൈം ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ അവരാക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കഴിയുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടി. ഇപ്പോൾ നമ്മുടെ MX പ്ലെയർ ആപ്ലിക്കേഷൻ അറിയാം, അതിനകത്ത് ഇതുപോലെ ടൂർണമെൻറ്റുകളാണ്. പക്ഷേ പല സബ്സ്ക്രൈബർമാർക്കും അത് അറിയത്തില്ല അങ്ങനെയാണെന്ന്. നിങ്ങൾ കളി കഴിഞ്ഞ് നിങ്ങൾ ജയിച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും കോയിൻസ് ക്രെഡിറ്റ് ആയിട്ടില്ല, ആപ്ലിക്കേഷൻ തട്ടിപ്പാണ്. അപ്പോൾ അതിൻ്റെ കാരണം ആപ്ലിക്കേഷൻ തട്ടിപ്പായതുകൊണ്ടൊന്നുമല്ല, ആപ്ലിക്കേഷനകത്ത് അതൊരു ടൂർണമെൻ്റ് ആണ്. ഇത്ര സമയം അത് നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ക്ലിക്ക് ചെയ്ത ഈ ഒരു സെക്ഷൻ, ഈ ഒരു കോൺടെസ്റ്റ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരെണ്ണം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ ഇങ്ങനൊരു വോളിയം കൂട്ടുന്ന പോലൊരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ എപ്പോഴും ലാസ്റ്റിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ റാങ്കിങ് അനുസരിച്ച് നമ്മുടെ കൂടെ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് നോക്കിയറിയാം 7 പേരേ ഉള്ളായിരുന്നു നമ്മുടെ കൂടെ കളിക്കാനായിട്ട്. ഇപ്പം നോക്കിയിട്ടുണ്ട് 200 പേരുണ്ട് നമ്മുടെ കൂടെ കളിക്കാനായിട്ട്. അപ്പോൾ 200 പേര് വെക്കുമ്പോൾ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ആണോ നമുക്ക് പൈസ കിട്ടുന്നത്, അത് ഒന്നാമത്തെ റാങ്കിൽ ഇപ്പോൾ 7 പേര് നിൽക്കുമ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് 200 പേരുടെ കൂടെ കളിക്കുമ്പോൾ നമുക്ക് കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ആൾക്കാർ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ്. ജസ്റ്റ് ആൻ എക്സാമ്പിൾ, നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നതിന് മുമ്പായിട്ട്, ഫോട്ടോ എന്ന് പറയുമ്പോൾ HD ക്വാളിറ്റിയിലൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്ത് എഫക്റ്റ് ഒക്കെ കേട്ട് അങ്ങനെയൊന്നും ആക്കണമെന്നില്ല. പക്ഷെ അവർ പറയുന്ന ഒരു നോർമലായിട്ടൊരു ഫോട്ടോ, നല്ലൊരു ഫോട്ടോ പക്ഷേ വേണം. ഒരുപാട് ഓവർ ആക്കരുത് എഡിറ്റൊക്കെ ചെയ്തിട്ട്. എന്നാൽ നല്ല നമുക്ക് കാണുമ്പോൾ ഒരു ലൈക്ക് അടിക്കാൻ പറ്റുന്ന, ലൈക്കിനെയൊക്കെ കുറിച്ച് പറയും. ഇന്നത്തെ 2 വിന്നിങ് ടിപ്സ് ഉണ്ട് കേട്ടോ.
അത് മാത്രം നിങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പൊക്കോളൂ. 2 വിന്നിങ് ടിപ്സ് ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്പ്. കാരണം ഇത്രയും നാളുകൾ ഒരുപാട് മാസം നിങ്ങൾ എൻ്റെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കാൻ അറിയാം. ഒരു ഓഗസ്റ്റ് ടൈമിലാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ ഇപ്പോഴാണ് ഇത്രയും ദിവസം ഞാൻ യൂസ് ചെയ്ത് ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം നമ്മളിപ്പോൾ ഒരേ ആപ്ലിക്കേഷൻ കുറേ തവണ യൂസ് ചെയ്യുമ്പോഴും എല്ലാ ദിവസവും യൂസ് ചെയ്യുമ്പോഴും നമുക്കറിയാം ഇന്നത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. ഇപ്പോൾ ഫ്രീ ഫയർ പബ്ജി കളിക്കുന്നവരാണെങ്കിൽ അവൻ്റെ കാലിനിട്ട് വെടി വെച്ച് കഴിഞ്ഞാൽ അവൻ അവിടെ താഴെ വീഴും നമുക്കറിയാം. അതുപോലെ ഒരു ടിപ്പ് നമ്മളെ തന്നെ മനസ്സിൽ നമ്മൾ വരത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു വിന്നിങ് ടിപ്പായിട്ട് ഞാൻ 2 സംഭവങ്ങൾ പറഞ്ഞുതരാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം. പിന്നെ ഒരു ചെറിയൊരു വാണിങ്ങും കൂടെ ഉണ്ട്. ഇതിനകത്തൊന്നും സസ്പെൻഡ് ആയി പോകരുത്. അതിനുവേണ്ടി ഞാൻ വാണിങ്ങും കൂടെ നിങ്ങൾക്ക് തരാം. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു മാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് 3 രൂപയാണ് മാച്ചിന്. അപ്പം ഞാനൊന്നും പൈസ ആഡ് ചെയ്യാണ്. ഞാൻ 25 രൂപ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ Paytm വഴി ആഡ് ചെയ്യാണ്. സിമ്പിളാണ്. ഞാനിപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ആക്കുന്നുമില്ല, കട്ട് ചെയ്യുന്നതുമില്ല. അതേപോലെ തന്നെ കാണിച്ചു തരാം എത്ര ടൈം എടുക്കുകയാണ്, എത്ര സിമ്പിളാണ് പ്രോസസ്സും കാര്യങ്ങളും നോക്കെ. അതേപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഇൻസ്റ്റൻ്റ് ആണ്. അങ്ങോട്ട് ഇടാനാണെങ്കിലും ഇങ്ങോട്ട് എടുക്കാനാണെങ്കിലും എല്ലാം ഇൻസ്റ്റൻ്റ് ആണ്, സേഫാണ്, സെക്യൂർ ആണ്, ഒരു സീനും ഇല്ല. വേറെ ലെവൽ ആപ്ലിക്കേഷൻ ആണ്. ഇപ്പം ഞാൻ ആഡ് ചെയ്ത് 25 രൂപ എൻ്റെ Paytm അക്കൗണ്ടിൽ നിന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ഗെയിമിനകത്ത് എൻ്റർ ചെയ്യാം. അപ്പം ഞാൻ ആ വോളിയത്തിൻ്റെ അത് കംപ്ലീറ്റ് വെച്ച് ഞാൻ 200 പേരോടാണ് മത്സരിക്കുന്നത്. അതിനുശേഷം ഞാൻ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുത്തു, പ്ലേ നൗവിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ വരും. നിങ്ങൾ എന്ത് ചെയ്യണം? ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഗാലറിയിലോട്ട് പോകും. അതിന് മുമ്പായിട്ട് വാണിംഗ് ആണ് നിങ്ങൾക്ക് വാണിംഗ്. ഓക്കെ, ഒരാൾ പോലും ഗൂഗിളിൽ നിന്നുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആദ്യം 1-2 തവണ പിടിക്കണമെന്നില്ല. 3-ാമത്തെ 4-ാമത്തെ തവണ പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചോദ്യം പറച്ചിലൊന്നുമില്ല, നേരെ സസ്പെൻഷനാണ്. നിങ്ങൾ ഇതിനകത്ത് 25 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ 25 രൂപയും കിട്ടത്തില്ല, പൈസയും കിട്ടത്തില്ല, മൊത്തത്തിൽ പോക്കാവും. അപ്പം അതുകൊണ്ട് ഒരാൾ പോലും ഗൂഗിളിൽ നിന്നുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഫിൽറ്റർ ചെയ്യാം. അത് ഏറ്റവും നല്ലൊരു യൂസ്ഫുൾ ആണ്. കാരണം ഇപ്പം നിങ്ങളുടെ ഫോണിനകത്ത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ആപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ചിലപ്പം ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ കളർഫുൾ ഫിൽറ്റർ ഫോട്ടോസ് ചോദിക്കാൻ. അങ്ങനെ ഒരു ടൂർണമെൻ്റ് ആണ് വെക്കുന്നതെങ്കിൽ ഇതിനകത്ത് തന്നെ ഫിൽറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു സീനും ഇല്ല. ഇപ്പം ഞാനാണെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല അവിടെ ചോദിച്ചേക്കുന്നത്. ഞാനിപ്പോൾ ആക്ച്വലി ഏത് റൂളാണോ പറഞ്ഞത് അത് തെറ്റിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നെയാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്കാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു കോൺടെസ്റ്റിൽ ഞാൻ വിജയിക്കത്തില്ല. കാരണം ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, അവർ കളർ ഫോട്ടോയാണ് അവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും തോക്കും. പക്ഷേ ഇതിനകത്ത് ഞാൻ ഇനി അടുത്തൊരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് ഫോട്ടോകൾ റിവ്യൂ ചെയ്യാൻ പറയും. ഇവിടെ നമ്മൾ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആക്ഷൻസ്, ഓരോ ഇമോജികൾ കാണാം. വാവ്, സൂപ്പർ, ലൈക്ക്, പിന്നെ ഊപ്സ്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് റിവ്യൂ ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട്. ഇപ്പോൾ ഈ ഒരു ഫോട്ടോ അയാൾ ഏകദേശം നന്നായിട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്, അപ്പോൾ അതിനൊരു ലൈക്ക് കൊടുക്കുക. പക്ഷേ ഇവനാണെങ്കിൽ കാണിച്ചിരിക്കുന്നത് ഇപ്പം ഞാൻ ചെയ്ത പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിനകത്ത്, പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോദിച്ചില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ ഫോട്ടോയ്ക്ക് ഊപ്സ് എന്ന റേറ്റിംഗ് കൊടുക്കുക. അതായത് നിങ്ങളുടെ ഒരു ഫോട്ടോ റേറ്റ് ചെയ്യുന്നത് സത്യസന്ധതയോടെ നിങ്ങൾ റേറ്റ് ചെയ്യുക കറക്റ്റായിട്ട്. അവന് കിട്ടേണ്ടത്, അവന് അർഹിക്കുന്നത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ജയിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റിവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് ഒക്കെ കറക്റ്റായിട്ടാണ്. അവൻ തോക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് ഫോട്ടോ ഇട്ടുള്ള ഒരാൾക്ക് ഊപ്സ് എന്ന് പറഞ്ഞുകൊണ്ട് റേറ്റിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവനെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ താനെ തോറ്റു പോകത്തേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം എൻ്റെ റേറ്റിംഗ് എന്താണ്. ഇപ്പോൾ എൻ്റെ ഫോട്ടോ ആരും ഇതുവരെ റേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ചുറ്റും കാണാം റേറ്റിംഗ്. ഊപ്സ് ആണോ, വാവ് ആണോ, ലൈക്ക് ആണോ, അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. പക്ഷേ ഇപ്പോൾ റേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് 3 മണിക്കൂറാണ് ഫുൾ ഈ ഒരു ടൂർണമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആൾക്കാർ നമ്മുടെ ഫോട്ടോ കാണും, നമ്മൾ തിരിച്ച് കാണും. അപ്പോൾ നിങ്ങളിവിടെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യണം കേട്ടോ. അതാണ് മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ഫോട്ടോ കൂടുതൽ റിവ്യൂ ചെയ്യുന്നോ, അതും കറക്റ്റായിട്ട് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നോ, അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ടിപ്പ്, വിന്നിങ് ടിപ്പ് എന്ന് പറയുന്നത്. ഈ 3 മണിക്കൂർ സമയം കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഇപ്പം 200 പേരെ പറ്റത്തുള്ളൂ. അതായത് ഞാൻ പറഞ്ഞ 200 പേര് ഇപ്പോൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യും. 200 പേര് ഫോട്ടോ അപ്ലോഡ് ചെയ്യും. ചിലപ്പോൾ അതിനകത്ത് കുറച്ച് ആൾക്കാരൊക്കെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടും. അതിനകത്തൊരു 50 ആൾക്കാർക്ക് തന്നെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയെങ്കിൽ തന്നെ 50 ആൾക്കാരനെ നിങ്ങൾ കറക്റ്റായിട്ട് റിവ്യൂ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ വിന്നറാവും. അതാണ് ഏറ്റവും വലിയ ടിപ്പ്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന റൂൾസ് അതേപടി ഫോളോ ചെയ്ത് നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ ഇവിടെ നമുക്ക് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നൊരു സംഭവം, നമ്മൾ ഇൻസ്റ്റാ ഗോൾഡിലൊക്കെ കണ്ടിട്ടുള്ളൊരു സംഭവമാണ് സൂപ്പർ സ്റ്റാർ. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 10 പേര് റെഫർ ചെയ്താൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കാശ് ഉണ്ടാക്കാൻ പറ്റും. ആ ട്രിക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വെറും 10 പേരെ മാത്രം റെഫർ ചെയ്യാൽ മതി. ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ ഫോളോവേഴ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗെയിമുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കൊരു ഗെയിം ക്രിയേറ്റർ ആവും. ഇപ്പം എൻ്റെ പ്രൊഫൈൽ നോക്കിയ സായി സജി, അതിൻ്റെ ഇപ്പുറത്തൊരു വെരിഫിക്കേഷൻ ബാഡ്ജ് വന്നിരിക്കുന്നുണ്ടോ, അത് ഞാൻ വെരിഫൈഡ്
വെരിഫൈഡ് ആണ് ഫുള്ളി. അപ്പോൾ അതുപോലെ വെരിഫിക്കേഷൻ ബാഡ്ജ് നിങ്ങൾക്ക് കിട്ടും. ഒന്ന്. രണ്ടാമത് നിങ്ങൾക്ക് ഇവിടെ ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഗെയിം ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോളോവേഴ്സ്, ഇപ്പോൾ എനിക്ക് 98 ഫോളോവേഴ്സ് ഉണ്ട്. ഇത്ര ആൾക്കാരെ ഞാൻ റെഫർ ചെയ്തവരാണ്. നമ്മൾ റെഫർ ചെയ്യുന്നവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സ് ആവും. എന്നിട്ട് ഇവർക്ക് വേണ്ടി നമുക്ക് ഗെയിം സെറ്റ് ചെയ്യാൻ പറ്റും. ഗെയിം സെറ്റ് ചെയ്യുമ്പോൾ പൈസ കിട്ടുന്ന ഇപ്പോൾ നിങ്ങൾ കണ്ടോണം. ഇപ്പം ഞാൻ 100 രൂപയുടെ ഗെയിം സെറ്റ് ചെയ്ത് നോക്ക്, എനിക്ക് 2000 രൂപ കിട്ടും. വിത്തിൻ 1 മണിക്കൂറിൻ്റെ ഗെയിമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നതെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 2000 രൂപ. അങ്ങനെ നിങ്ങൾ ഒരു 10 ഗെയിം ഡെയിലി സെറ്റ് ചെയ്താൽ 20,000 രൂപ കയ്യിലിരിക്കും. പക്ഷേ അതുപോലെ ആൾക്കാരെ നിങ്ങൾ റെഫറും ചെയ്യണം. അപ്പോൾ അതെന്ന് പറയാൻ നിങ്ങളൊരു ക്രിയേറ്റർ, യൂട്യൂബിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അത് പറ്റും നിങ്ങൾക്ക്. അത്രയും പക്ഷേ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും. എന്നാലും നിങ്ങൾക്ക് കുറഞ്ഞതൊരു 100 രൂപയെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിലോ ഒക്കെ പറ്റും. അല്ലാത്തവരൊന്നും പേടിക്കേണ്ട. അല്ലാത്തവർക്ക് ജസ്റ്റ് അല്ലാതെ സാധാരണ രീതിയിൽ പോലെ ജസ്റ്റ് ടൈം പാസിന് സമയത്ത് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് വിഡ്രോ എടുക്കാം. വിഡ്രോ എടുക്കുമ്പോൾ മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ നമ്മൾ Paytm വഴി വിഡ്രോ എടുക്കുകയാണെങ്കിൽ നമുക്ക് മിനിമം വിഡ്രോ എന്ന് പറഞ്ഞാൽ 20 രൂപയാണ്. വളരെ കുറവാണ്. 20 രൂപയ്ക്ക് നമുക്കൊരു 4-5 മാച്ച് കളിക്കും. നമ്മൾ ജയിക്കുകയാണെങ്കിൽ മാക്സിമം ഒരു 4-5 മാച്ചൊക്കെ നമ്മൾ ജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് 20 രൂപ ആവുന്നതായിരിക്കും. അപ്പം തന്നെ നമുക്ക് വിഡ്രോ അടിക്കാവുന്നതാണ്. ഇൻസ്റ്റൻറ്റ് വിഡ്രോ ആയതുകൊണ്ട് ഒരു സീനും ഇല്ല. ഇനി UPI വഴിയുള്ള വിഡ്രോ നോക്കുകയാണെങ്കിൽ UPIയിൽ ഇച്ചിരി കൂടുതലാണ്, 100 രൂപയാണ്. അപ്പം എൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 60% സബ്സ്ക്രൈബേഴ്സിനും Paytm ആണുള്ളത്. ബാക്കി 40% ആൾക്കാർക്കേ ഉള്ളൂ UPI. അപ്പോൾ UPIക്കാരൊക്കെ ഒരു 100 രൂപ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലാത്തവർക്ക് 20 രൂപ ആകുമ്പോൾ തന്നെ വിഡ്രോ അടിക്കാവുന്നതാണ്. അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കാൻ റെഡി ആയിക്കോളൂ. ബോട്ട് ടെലിഗ്രാമിൽ ചെല്ലുക, എന്നിട്ട് അതിൻ്റെ എബൌട്ട് സെക്ഷനിൽ പോകുമ്പോൾ എൻ്റെ ബോട്ട് കാണാൻ സാധിക്കും. ആ ബോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ അയക്കാൻ റെഡി ആയിക്കോളൂ. മാക്സിമം ഒരു 2-3 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയക്കാൻ ഉള്ള പൈസയാവും. ഇതാണ് ഞാൻ ആദ്യം കാണിച്ച് നിങ്ങളെ വിഡ്രോ എടുത്തത്, 20 രൂപ വിഡ്രോ എടുത്ത്. അപ്പം 20 രൂപ ഞാൻ Paytmലോട്ട് വിഡ്രോ എടുത്തു. പിന്നെ ഒരു 100 രൂപ എടുത്തത് ഞാൻ UPIയിലോട്ടാണ്. രണ്ടും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്രെഡിറ്റ് ആയി, ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ എപ്പോൾ നിങ്ങൾ വിഡ്രോ എടുത്താലും ക്രെഡിറ്റ് ആവും, ഒരു സീനും ഇല്ല. അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ Paytm ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കണം. Paytm നിങ്ങൾ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ, ലോഗിൻ ചെയ്യുന്ന പ്രോസസ്സ് പറഞ്ഞില്ല കേട്ടോ, സോറി ഞാൻ വിട്ടുപോയി കേട്ടോ. ലോഗിൻ ചെയ്യുന്ന പ്രോസസ്സ് നിങ്ങൾ മസ്റ്റായിട്ട് Paytm നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുള്ളൂ. ഓക്കെ, Paytm നമ്പർ ഉപയോഗിക്കാവൂ, Paytm നമ്പർ മാത്രമേ ഉപയോഗിക്കാവൂ ലോഗിൻ ചെയ്യുന്ന സമയത്ത്. അതുപോലെ UPIക്കാരാണെങ്കിൽ പിന്നെ സീനില്ല. UPI നമ്മൾ പിന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ Paytm നമ്പർ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ഓപ്ഷൻസ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ Paytm ഉപയോഗിച്ച് മാത്രം രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ